Hi, hello, welcome back to my YouTube channel. ഞാനിപ്പോൾ ഉള്ളത് ദി ഓഷ്യൻ റെഡ് മെഹന്തി ഡിസൈൻസ് അവിടെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 20th നോമ്പായതുകൊണ്ട് പെരുന്നാളല്ല, നല്ല റഷാണ്. ഇപ്പം തന്നെ നമ്മൾ ഈ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്ത് വന്നതാണ്. അപ്പോൾ ബാനുമാണ് നമുക്ക് മെഹന്തി ഡിസൈൻ ചെയ്യുന്നത്. കുറേ കാലമായിട്ട് പെരുന്നാളാകുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ഉണ്ടാവും ഇങ്ങനെ ഡിസൈൻ ചെയ്യാം, എന്തെങ്കിലും മെഹന്തി വേണം, പെരുന്നാളിനൊരു ഫീൽ കിട്ടണമെങ്കിൽ ശരിക്കും മെഹന്തി എന്തെങ്കിലും വേണമല്ലോ. പക്ഷെ എന്നും എനിക്കും ജമീനയ്ക്കും ഇടാൻ പറ്റാറില്ല, എനിക്ക് തിരക്കിലാണ്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഒരുപാട് നല്ല നല്ല അഗ്രസീവ് ആയിട്ടുള്ള, പക്ഷെ ഞങ്ങൾ സെലക്ട് ചെയ്ത കുറച്ച് സിമ്പിൾ ഡിസൈൻസ് ആണ്, കാരണം അത്ര റഷാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് പോകെ പറയാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. 2 കൈയുണ്ട്. അപ്പോൾ ബാനാണ് കേട്ടോ നമുക്ക് ഇട്ട് തരുന്നത്. ബാനനെ കാണിച്ചോ? ബാനു, ഈ ബിസിനസ് തുടങ്ങാനുള്ള കാരണം എന്താണ്? പറയൂ. കൂട്ടിക്കാട്ടിക്കോ. അങ്ങനെ ഇത് പിടിച്ചാൽ ഇതൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ എന്തായാലും വീഡിയോയിൽ ബാനുവിന്റെ പേജും ടാഗ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വന്ന് ഡിസൈൻ ചെയ്യിക്കാം. അതേപോലെ ഹോം മെയ്ഡാണ്. അപ്പോൾ നമുക്ക് അധികം കെമിക്കൽസ് ഒന്നുമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫുൾ ഓർഗാനിക് ആണ്. അപ്പം ഞാൻ എപ്പോഴും എറണാകുളത്ത് വെച്ചിട്ട് മട്ടാഞ്ചേരി പോയ സമയത്ത് ഡിസൈൻ ചെയ്യിച്ചിട്ട് കയ്യിൽ നിന്ന് തുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ മെഹന്തി ഇട്ടത് എൻ്റെ കല്യാണത്തിന് സമയത്താണ്. അതിന് ശേഷം ഇട്ടിട്ടില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹമാണ് ഇപ്പോൾ ഇടാൻ. ഓഷ്യൻ റെഡ് ഹെന്ന ഡിസൈൻസിൽ ഒരുപാട് അവൈലബിൾ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. ഒന്ന് മെഹന്തി കോൺ ഉണ്ട്, സീൽ ആൻഡ് സ്പ്രേ, പിന്നെ ആഫ്റ്റർ കെയർ ബാം, റെഡ് നെയിൽ കോൺ ഉണ്ട്, ബ്ലാക്ക് നെയിൽ പൗഡർ ഉണ്ട്, പിന്നെ ഹെയർ പാക്ക് ഉണ്ട്, ഹെന്ന സ്റ്റെൻസിൽസ് ടാറ്റൂസ് ഉണ്ട്, പിന്നെ മെഫിക്സ് ടേപ്പ്, അങ്ങനെ ഒരുപാട് അവൈലബിൾ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അവരുടെ, ദി ഓഷ്യൻ റെഡ് എന്ന് പറഞ്ഞ പേജിൽ അവരുടെ സർവീസസൊക്കെ നല്ല ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഹന്തി ഡിസൈൻസൊക്കെ കാണാം, അവരുടെ ഡിഫറെൻറ്റ് പ്രോഡക്ട്സൊക്കെ കാണാം. അതുപോലെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫങ്ഷൻസിന് എന്തെങ്കിലും വേണമെങ്കിൽ പ്രീ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആണെങ്കിൽ ആ ടൈം സ്ലോട്ടിൽ അവർ നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് വന്ന് ഡിസൈൻ ചെയ്ത് തരാറുണ്ട്. ഇപ്പോൾ വെഡ്ഡിങ് ഫങ്ഷനൊക്കെ ആണെങ്കിൽ. പിന്നെ മുമ്പേ പറഞ്ഞതുപോലെ ഇതൊരു ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ, മാത്രമല്ല ഫുള്ളി ഓർഗാനിക് സംഭവമാണ്. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് എന്നുള്ള ടെൻഷൻ തന്നെ ഇല്ല. പിന്നെ നല്ല ഒരു സ്മൂത്തായിട്ടുള്ള പേസ്റ്റാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും കൺസിസ്റ്റൻസിയൊക്കെ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എസ്ലിനെ നമ്മൾ കൂട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും. മാത്രമല്ല അവൾ ലേറ്റ് നൈറ്റായി പോയിട്ടുണ്ടായിരുന്നു. തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവൾ അലമ്പാവെന്ന് വിചാരിച്ചിട്ട് തന്നെ ആളെ കൂട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ബാനു പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീക്ക് കുട്ടികളുടെ കിഡ്സിൻ്റെ സ്റ്റെൻസിൽസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ എസ്ലിനെ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാം. എല്ലാവരും കണ്ടിട്ട് പൊടി പോലെ സ്ക്രീൻ ലൈവാ ഇൻസ്റ്റാ ലൈവ് കയറും. ലൈവ് കയറട്ടെ കൈ ഞാൻ കട്ട് ചെയ്തോളാം. ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫോട്ടോ ലാസ്റ്റ് എല്ലാവരും എടുക്കലാമോ?
വേറെ എന്തോ ഡാർക്ക് പോലെ അരങ്ങി നാക്കെന്തോ ഫേസ് ഡിമ്മായ പോലെ തോന്നുന്നുണ്ട്. ഇത് പക്ഷെ കൊറേ കഴിയുമ്പോ ഷെയ്ഡ് മാറി ഒരു മെറൂൺ ഷെയ്ഡാണ്. ന്യൂഡ് ഷെയ്ഡായത് ഇത് ന്യൂഡാ? ന്യൂഡില്ല. ഇതിന്റെ ദൂഷിക്കുഞ്ഞ ലുക്കില് മേക്കപ്പ് റിമൂവർ ഉണ്ടോ? രണ്ടാമത്തെ കൈ അപ്പോൾ നമ്മുടെ ഒരു ഹാൻഡ് ഫുള്ള് കഴിഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ കൈയിലേക്ക് ഇട്ട് തുടങ്ങിയതാണ്. അപ്പോൾ രണ്ടാമത്തെ കൈയിലേക്ക് ഇത്രയും ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും സിമ്പിൾ ഡിസൈൻ തന്നെയാണ് ചൂസ് ചെയ്തത്. എനിക്ക് ആദ്യത്തെ കൈ ഭയങ്കര ഇഷ്ടമായി, ഇത് അടിപൊളിയായിരുന്നു. അപ്പോൾ പക്ഷെ അത്രയും ടൈം നമ്മുടെ കയ്യിലില്ല, സമയം വന്നിട്ട് കുറേ ആയി. അങ്ങനെ ഒരു ഡ്രീം ക്യാച്ചർ പോലത്തെ ഒരു ഡിസൈനാണ് നമ്മുടെ റൈറ്റ് ഹാൻഡിലേക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാണാൻ തന്നെ ഒരു ഡിഫറെൻറ്റ് ലുക്ക് ഉണ്ട്. അപ്പോൾ ഇത് ആൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അവിടെ വെയിറ്റിംഗ് ആണ് അവരുടെ ഡിസൈൻ ചെയ്യിക്കാൻ വേണ്ടി. ചേച്ചി ഞങ്ങൾ അച്ചിരിക്ക് ഇതിനോട് ലൈൻ കയറുകയാണ്. നെക്സ്റ്റ് കൊല്ലി ഉമ്പി വേണ്ട ലൈക്കിന്റെ എടുപ്പാന് നല്ല സ്മെൽ. പിന്നെ വേറൊരു ഇഷ്ടം ഭയങ്കര ഇഷ്ടമുള്ള. പക്ഷെ ജീനെ കൈ ഓൾറെഡി മൈലാഞ്ചി ഉണ്ടാഞ്ഞല്ലോ, പോയാലോ. അങ്ങനെ ആൾമോസ്റ്റ് എൻ്റെ മൊത്തം കഴിഞ്ഞു. അങ്ങനെ ഒരു ഫൈനൽ റിസൾട്ടിൻ്റെ ഫോട്ടോഷൂട്ടാണ് അത്. ബാനുൻ്റെ ദി ഓഷൻ റെഡ് എന്നുള്ള പേജിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ഒരു ഔട്ട്പുട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാലോ എനിക്ക് ഈ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നതിനേക്കാളും കുറച്ചൊക്കെ സ്പേസ് കാണിക്കുന്നതാണ് ഇഷ്ടം. ഈ കയ്യിൽ ഫുള്ളായിട്ട് അത് നമ്മുടെ വെഡ്ഡിങ്ങിനൊക്കെ ആണെങ്കിൽ ഫുൾ ഡിസൈൻസൊക്കെ ഓക്കെയാണ്, എന്ന് വെച്ചാൽ ഹാൻഡ് ഫുള്ളായിട്ടുള്ള ഡിസൈൻസ്. ഇത് ആണെങ്കിൽ കുറച്ച് സ്ഥലം ഇങ്ങനെ വേക്കൻ്റായിട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഒരു എടുപ്പ് കാണിക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് ഫൈനൽ റിസൾട്ട്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കുറേ സമയം ഇതും ഒക്കെ വേണമെന്ന് ഇന്ന് മനസ്സിലായി. അത്യാവശ്യം നല്ല പണിയാണല്ലേ, പക്ഷെ വേർത്തിയാണ്. എല്ലാവർക്കും ഏത് ടൈമിൽ വേണമെങ്കിലും വരാം. നമുക്ക് ഭയങ്കര ഒരു ഹോംലി ഫീലുമാണ്. എന്നിരുന്ന് എൻജോയ് ചെയ്ത് കുറേ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. അടിപൊളി. ഡയറക്റ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഓഷൻ റെഡ് പേജ് ഞാൻ ടാഗ് ചെയ്യും. അതേപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻഫർമേഷൻ അവരോട് ചോദിക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ കുറേ പേര് വന്നിട്ട് അവർക്ക് ടൈം സ്ലോട്ട് റെഡി ആവാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കോണൊക്കെ അവൈലബിൾ ആണ്. ഇതെല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. നമ്മുടെ ഈ ഓഷൻ റെഡിൻ്റെ ഈ പ്രോഡക്ട്സ് ഒക്കെ എല്ലാ ഐലൻഡിലും അവൈലബിൾ ആണ്. എന്തെങ്കിലും വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഇവിടുന്ന് അവർ പാർസൽ ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താൽ കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇവരുടെ പേജ് ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ബൈ.